ഇത്രയും ഗ്രോത്ത് ആയിട്ടുണ്ട് കേട്ടോ മോളെ. ഈ നെയ്പ് ഏരിയയിലുള്ളതേ മനസ്സിലാവുള്ളൂ, ഇവിടെ നമുക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആവില്ല. ഇപ്പം നാനോപ്ലാസ്റ്റി അല്ലേ, നാനോപ്ലാസ്റ്റി ആണെങ്കിലും സ്മൂത്തനിങ് ചെയ്താൽ കിട്ടിയിരുന്ന അത്രയും സ്ട്രെയിറ്റ് ലുക്ക് പ്രതീക്ഷിക്കരുത് കേട്ടോ. ചെറിയൊരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ അത്ര പക്കാ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലുക്ക്. ആക്ച്വലി സ്മൂത്തനിങ്ങിലും പക്കാ സ്ട്രെയിറ്റ് ലുക്ക് ഇല്ല, റിബോണ്ടിങ്ങിനാണ് പക്കാ സ്ട്രെയിറ്റ് ലുക്ക് എന്ന് പറയുന്നത്. സ്മൂത്തനിങ്ങിനും ഒരു 70 to 80% സ്ട്രെയിറ്റ് ലുക്ക് ശരിക്കും തിയറിറ്റിക്കലി ആയിട്ട് നോക്കുന്ന സമയത്ത്. പക്ഷെ നമ്മളത് മാക്സിമം പ്രഷർ കൊടുത്തിട്ടാണ് അതിന് ഈ ഒരു സ്ട്രെയിറ്റിലേക്ക് എത്തുന്നത്. ശരിക്കും റിബോണ്ടിങ് ആണ് ആക്ച്വലി പക്കാ സ്ട്രെയിറ്റ് ആക്കുന്ന സംഭവം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരുടെ വിചാരം സ്മൂത്തനിങ് എന്ന് പറഞ്ഞാലും പക്കാ സ്ട്രെയിറ്റ് ആവുന്നതാണ്. പക്ഷെ ഒന്നാമത് എന്താ വെച്ചാൽ എല്ലാവരും അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക, റിബോണ്ട് ഇപ്പം ആരും തീരെ ചെയ്യണമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഇതിലും സ്ട്രെയിറ്റ് ആയിരുന്നു പ്രതീക്ഷിച്ചേ എന്ന് പറയരുത് കേട്ടോ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവില്ല. കുറച്ചും കൂടെ ഇപ്പോൾ വല്ലാണ്ട് ടാങ്കിൾസ് വരുന്നുണ്ട് അല്ലേ. ഹോം കെയർ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം, കാരണം സൾഫേറ്റ് ഫ്രീ യൂസ് ചെയ്യാം. സൾഫേറ്റ് ഫ്രീ അല്ല, ഇതിൻ്റെ ഹോം കെയർ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മൾ ഫ്ലോർ ആക്റ്റീവാണ് ചെയ്യുന്നത്, ഫ്ലോർ ആക്റ്റീവിൻ്റെ തന്നെ ഹോം കെയർ ഉണ്ട്, അതാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ.